നമസ്കാരം. ഇപ്പോൾ വാർത്തകളിൽ നിന്നും ഒഴിയാതെ കേൾക്കുന്ന പേരാണ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വധശ്രമം നടന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ റാലിക്ക് നേരെയാണ് ഒരു 20 വയസ്സുകാരൻ വെടിയുതിർത്തത്. എന്നാൽ ട്രംപിനെതിരെയുള്ള വധശ്രമത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രതി തോമസ് മാത്യു ക്രൂക്സിന് മറ്റാരുടെയും പിന്തുണ ലഭിച്ചിട്ടില്ലെന്നും ഒറ്റയ്ക്ക് കൃത്യം നിർവഹിച്ചതാണെന്നുമാണ് FBI പ്രാഥമിക നിഗമനം. പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ കൊല്ലപ്പെട്ടെങ്കിലും ട്രംപിനെതിരായ വധശ്രമം സംബന്ധിച്ച ശാസ്ത്രീയ അന്വേഷണം നടത്തുമെന്ന് FBI ഡയറക്ടർ ക്രിസ്റ്റഫർ റേ പറഞ്ഞു. ട്രംപിനെ വെടിവെക്കാൻ 20-കാരനായ പ്രതിയെ പ്രേരിപ്പിച്ച ഘടകം എന്തെന്ന് കണ്ടെത്താനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇനിയും ലഭിച്ചിട്ടില്ല. ഈ ഒരു സംഭവത്തിന്റെ ഞെട്ടൽ ഒന്ന് മാറും മുൻപേ മറ്റൊരു ഭയാനകമായ സംഭവം ഇപ്പോൾ അമേരിക്കയിൽ നടന്നിരിക്കുകയാണ്. അമേരിക്കയിലെ വിസ്കോൺസിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷൻ വേദിക്ക് സമീപം കത്തിയുമായി എത്തിയ ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒഹിയോ പോലീസ്. ഡൊണാൾഡ് ട്രംപിന് നേരെ പെൻസിൽവാനിയയിൽ വെച്ച് വധശ്രമം ഉണ്ടായി ഒരാഴ്ച പോലും പിന്നിട് മുന്നെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 കത്തികൾ കൊല്ലപ്പെട്ട ഇയാളുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥ ഇയാളോട് കത്തി ഉപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും അത് അനുസരിച്ചില്ലെന്നും പിന്നാലെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നുമാണ് വിവരം. പോലീസിന്റെ ബോഡി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കത്തി താഴെയിടൂ എന്ന് ഉദ്യോഗസ്ഥർ ആക്രോശിക്കുന്നുണ്ടെങ്കിലും ഇയാൾ അത് അനുസരിക്കാതെ ഓടുകയായിരുന്നു. കത്തിയുമായി ഇയാൾ മറ്റൊരാളുടെ അടുത്തേക്ക് പാഞ്ഞടുത്തതിന് പിന്നാലെയാണ് പോലീസ് വെടിയുതിർത്തതെന്നും മിൽവാക്കി പോലീസ് മേധാവി ജെഫ്രി നോർമൻ പറഞ്ഞു. 2 സാധാരണക്കാരുടെ നേരെ അക്രമി പാഞ്ഞടുക്കുകയായിരുന്നുവെന്നും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വെടിവെച്ചതെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. സാമുവൽ ഷാർപ്പ് എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ മാനസിക അസ്വസ്ഥ്യമുള്ള വ്യക്തിയാണെന്നാണ് സൂചന. 8ഓളം തവണയാണ് പോലീസ് ഇയാൾക്ക് നേരെ വെടിവെച്ചത്. ട്രംപ് പങ്കെടുക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷൻ നടക്കുന്നതിന് മുന്നോടിയായി പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസുകാരെയാണ് മിൽവാക്കിയിൽ മാത്രം നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം സാമുവൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രദേശവാസികൾ കടുത്ത അമർഷം അറിയിച്ചു. ഇയാൾ സാധാരണക്കാരനായ വ്യക്തിയാണെന്നും സ്വന്തമായ വീട് പോലും ഇല്ലെന്നും പ്രദേശത്തെ താമസക്കാർ പറയുന്നു. സാമുവൽ ഒരിക്കലും മറ്റാരെയെങ്കിലും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അവിടെ നിന്നതെന്നാണ് ഇവരുടെ വാദം. എന്തായാലും തുടർച്ചയായി ട്രംപിനെതിരെ വധശ്രമം നടക്കുന്നതിനാലും പിന്നിൽ ഇറാൻ ഇപ്പോൾ സംശയനിഴലിൽ നിൽക്കുന്നതിനാലും ട്രംപിന് വൻ സുരക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.